ഇനി പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകളാണ്. ഹോർമുസ് കടലിടുക്കിൽ താൽക്കാലിക സമുദ്ര ഇടനാഴി പ്രഖ്യാപിച്ച് ഒമാൻ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഒമാൻ താൽക്കാലിക സമുദ്ര ഇടനാഴി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനം. ഈ താൽക്കാലിക പാത ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾ IMOയുമായി ബന്ധപ്പെടണം. ഓർഗനൈസേഷനും ഒമാൻ അധികൃതരും സംയുക്തമായി പുറപ്പെടുവിക്കുന്ന നാവിഗേഷൻ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുകയും വേണം. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടിക്കും അനുസൃതമായി കടലിടുക്കിലൂടെയുള്ള തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനാണ് നടപടി. അന്താരാഷ്ട്ര ജലപാതകളിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സ്വതന്ത്രമായ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതാണ് ഈ നിയമം. കൂടാതെ ഇത്തരം അന്താരാഷ്ട്ര പാതകളിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്നും ട്രാൻസിറ്റ് ഫീസ് ഈടാക്കുന്നത് ഈ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബി ഫുജൈറ പാസഞ്ചർ ട്രെയിൻ സർവീസ് ഈ മാസം 30-ന് ആരംഭിക്കും. സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് അറിയിച്ച സർവീസാണ് 3 മാസം നേരത്തെ ആരംഭിക്കുന്നത്. UAE ദേശീയ റെയിൽപാതയായ ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സർവീസ് ഈ മാസം 30-ന് തുടങ്ങും. അബുദാബിയിൽ നിന്നും ഫുജറയിലേക്കും തിരിച്ചുമാണ് ആദ്യ സർവീസ്. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് പ്രഖ്യാപനം. സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് അറിയിച്ച സർവീസാണ് 3 മാസം നേരത്തെ ആരംഭിക്കുന്നത്. ദിവസം 3 ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. അബുദാബിയിൽ നിന്നും രാവിലെ 8:19-നാണ് ആദ്യ ട്രെയിൻ. ഉച്ചയ്ക്ക് 1:13-നും വൈകിട്ട് 6:39-നും ഫുജറയിലേക്കും ട്രെയിൻ ഉണ്ടാകും. ഫുജറയിൽ നിന്നും അബുദാബിയിലേക്ക് ആദ്യ ട്രെയിൻ പുലർച്ചെ 5:34-ന് പുറപ്പെടും. രാവിലെ 10:59-നും വൈകുന്നേരം 5:28-ന് അബുദാബിയിലേക്കും ട്രെയിൻ ഉണ്ടാകും. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി സ്റ്റേഷനിൽ നിന്നാണ് പാസഞ്ചർ സർവീസ് ആരംഭിക്കുന്നത്. സ്റ്റേഷന്റെ ഉദ്ഘാടനം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് നിർവഹിച്ചു. ഇത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴി അബുദാബിയിൽ നിന്നും ഫുജറയിലേക്ക് തിരിച്ചും ടിക്കറ്റ് വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞു. 50% ഇളവോടെ കുറഞ്ഞത് 55 ദിർഹമാണ് തുടക്കത്തിൽ കംഫർട്ട് ക്ലാസ്സിലെ ടിക്കറ്റ് നിരക്ക്. പ്രീമിയം ക്ലാസ്സിൽ കുറഞ്ഞത് 129 ദിർഹം ഈടാക്കും. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി സ്റ്റേഷൻ അടുത്ത വർഷം മാർച്ചിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണങ്ങളുടെയും നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ പട്ടിക പുതുക്കാൻ അനുമതി. 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി. മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണങ്ങളുടെയും നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ പട്ടിക പുതുക്കാൻ അനുമതി നൽകി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. സ്ഥാപനങ്ങളുടെ ലൈസൻസ്, മെഡിക്കൽ ഉപകരണങ്ങളുടെ രജിസ്ട്രേഷൻ, വിപണനം, വിപണാനന്തര മേൽനോട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട പൊതുവ്യവസ്ഥകളിലാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. പുതിയ ഭേദഗതി പ്രകാരം നിയമലംഘനങ്ങളുടെ സ്വഭാവമനുസരിച്ച് പരമാവധി 1 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 30,000 റിയാൽ പിഴ ചുമത്തും. ലൈസൻസ് നേടുന്നതിനായി തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് 10,000 റിയാലും, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പൂർണ്ണമായി നടപ്പിലാക്കാതിരിക്കുന്നതിന് 25,000 റിയാലുമാണ് പിഴ. ലൈസൻസ് കാലാവധി കഴിഞ്ഞും പ്രവർത്തനം തുടരുന്നതിന് 5,000 റിയാൽ. അതോറിറ്റിയുടെ നിബന്ധനകൾ പ്രകാരം ചുമതലയുള്ള വ്യക്തിയെ നിയമിക്കാതിരിക്കുന്നതിന് പരമാവധി 2,000 റിയാൽ എന്നിങ്ങനെയാണ് പുതുക്കിയ പിഴ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.